ഞാൻ ശരിക്കും ഒരു ഓർക്കിഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർക്കിഡ് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്നെ പോലത്തെ ഒരു ബിഗിനേഴ്സിനൊക്കെ എങ്ങനെയാണ് ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ പരിചരിക്കേണ്ടത്, കൃത്യമായിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ തരികയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലത്തെ പുതിയ ആളുകൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഫെലനോയിസ് ഓർക്കിഡ് നമ്മൾ ഡെൻഡ്രോബിയത്തിനെക്കാട്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഫെലനോയിസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്ലാന്റ്സ് മേടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു ഷെയ്ഡിൽ പ്ലാന്റ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പോളിഹൗസിനോ അല്ലെങ്കിൽ ഒരു മയമറന്ന് മേടിക്കുന്ന പ്ലാന്റ്സ് പെട്ടെന്ന് നമ്മൾ ഹീറ്റിനോട് കൂടുതലായിട്ട് അഡ്ജസ്റ്റഡ് ആവില്ല. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിന് ലീഫിനൊക്കെ ബേൺ ചെയ്യാൻ ചീച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു പ്രോപ്പർ നമുക്കൊരു 75 to 90% ഷെയ്ഡിലേക്ക് പ്ലാന്റ് പ്ലേസ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ പോട്ടിലേക്ക് ഫസ്റ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ മീഡിയത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മീഡിയം കോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചാർക്കോളോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പലർക്കും പല കൺഫ്യൂഷൻ ആയിരിക്കും. കോക്കോ ചിപ്സ് വെച്ച് കഴിഞ്ഞാൽ ഒച്ചിന്റെ ശല്യം കൂടുതൽ വരും എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് പാട സൈഡൊക്കെ ആണെങ്കിൽ ഒച്ചിന്റെ ശല്യം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ചാർക്കോൾ യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് റൂട്ട്സ് കിട്ടുന്നത് പറഞ്ഞാൽ കോക്കോ ചിപ്സിലായിരിക്കും റിസൾട്ട് കൂടുതൽ വരും. പക്ഷേ നമുക്ക് ഒച്ചിന്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ചാർക്കോളിലേക്ക് മാറേണ്ടി വരും. നമ്മൾ എവിടെയാണോ നമ്മൾ പ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത്, നമ്മൾ വീട് എവിടെയാണോ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി നമുക്ക് കിട്ടുന്നതും ചീപ്പായി കിട്ടുന്നതാണ് നമ്മൾ കോക്കോ ചിപ്സ് വരുന്നത്. അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് ഇപ്പോൾ നിങ്ങൾ കാണാം സിൽവർ കളറിൽ നല്ല റൂട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഇതൊരു 2 month റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 റൂട്ട്സ് എസ്റ്റാബ്ലിഷ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രീറ്റഡ് കോക്കോ ചിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. പ്ലസ് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലം, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 75 to 90% ഷെയ്ഡിൽ നമ്മളൊരു ഫസ്റ്റ് ഒരു 1 or 2 month പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അതുപോലെ പ്ലാന്റ് ആ ഒരു എൻവയോൺമെന്റ് അഡ്ജസ്റ്റ് ആയി വരും ചെയ്യും. പിന്നെ നമ്മൾ സെക്കൻഡ് ഫേസിൽ മാത്രം നമ്മൾ ഫെർട്ടിലൈസറെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പോൾ 19 നമുക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി അല്ലെങ്കിൽ 2 week കൂടുമ്പോൾ 2 gram per ലിറ്ററിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആവും. അതുപോലെ നമ്മൾ മേടിക്കുന്ന പ്ലാന്റ്സ് ഒരു 2 to 3 years ഓൾഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് മേടിക്കണമെങ്കിൽ ഏർലിയസ്റ്റ് നമുക്ക് എന്ത് ഇതുപോലെ നല്ല സ്പൈക്ക് വരും. സ്പൈക്ക് വരുന്നത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ആ ഫ്ലവറിൻ്റെ ഒരു സ്പൈക്ക് നമ്മളെ ഫ്ലവറിൻ്റെ എണ്ണോ അതുപോലെ വരുന്ന ബഡിലൊക്കെ എന്ത് ചെയ്യും, നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാം. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സംശയം, നമുക്ക് സീഡ്ലിങ്സെന്നോ അല്ലെങ്കിൽ ഫ്ലവറിംഗ് സ്റ്റൈലൊക്കെ പ്ലാന്റ് പോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്, ഓർക്കിഡ് കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, ഓർക്കിഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ജോയിനിങ് ലിങ്ക് അയച്ചു തരുന്നതാണ്. കൂടുതൽ പഠിക്കാനുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം.